വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ നമ്മൾ ബ്രോമോക്രിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ്. ഫേമസ് ബ്രാൻഡ് പാർലോഡൽ അല്ലെങ്കിൽ സൈക്രിപ്റ്റിൻ പോലെയുള്ളവയാണ് ഫേമസ് ബ്രാൻഡ്. ആൻഡ് ഈ മരുന്നിന് ഒരുപാട് വിവിധ തരം ഉപയോഗങ്ങളുണ്ട്. നേരത്തെ ഈ പറയാൻ പോകുന്ന ഉപയോഗങ്ങളിലൊക്കെ ഇത് പ്രധാന മരുന്നായിരുന്നു ബ്രോമോക്രിപ്റ്റിൻ. പക്ഷെ അതിലെല്ലാം കുറെ കൂടി ഫലമുള്ളതും ദോഷങ്ങൾ കുറഞ്ഞതുമായിട്ടുള്ള മറ്റു പല മരുന്നുകൾ വന്നതോടുകൂടി ഇതിന്റെ ഉപയോഗം കുറഞ്ഞു. പാർക്കിൻസൺസ് ഡിസീസ്, ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ, ഇങ്ങനെയുള്ള രോഗങ്ങളിലായിരുന്നു ഇത് ഭയങ്കരമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പാർക്കിൻസൺസിലാണെങ്കിൽ പ്രാമിപെക്സോൾ വന്നു, റോപ്പിറിനോൾ വന്നു. അപ്പോൾ അതിന്റെ ഉപയോഗം കുറഞ്ഞു. ഇനി ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയയിലാണെങ്കിലോ അവിടെ കാബർഗോലിൻ പോലെയുള്ള മരുന്നുകൾ വന്നു. അപ്പോഴും ഇത് പിന്നിലായി. പക്ഷെ ഇതുൾപ്പെടെ ഇപ്പോഴും ഉപയോഗിക്കാവുന്ന വിവിധ ഉപയോഗങ്ങളുള്ള മരുന്നാണിത്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട പുതിയൊരു ഉപയോഗം വന്നത് പ്രമേഹ രോഗത്തിലാണ്, ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 2. ബ്രോമോക്രിപ്റ്റിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കിതൊരു എർഗട്ട് ആൽക്കലോയിഡ് ഡിറൈവ്ഡ് മരുന്നാണ്. റൈ പ്ലാന്റിനെ ആക്രമിക്കുന്ന ക്ലാവിസെപ്സ് പെർപൂറ എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് ലഭിക്കുന്ന ആൽക്കലോയിഡിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഈ ബ്രോമോക്രിപ്റ്റിൻ. ഇറ്റ്സ് എ എർഗോ ടൈപ്പ് ഡ്രഗ് ആണ്. ആൻഡ് ഇതിന്റെ ആക്ഷൻസ് പ്രധാനമായിട്ട് ഡോപ്പമിൻ റിസപ്റ്ററിലാണ്. ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് വിവിധ തരമുണ്ട് നമുക്കറിയാം. അതിൽ ഡോപ്പമിൻ D2 റിസപ്റ്ററിലാണ് ഇത് കൂടുതലായിട്ട്. ഇറ്റ്സ് ആൻ അഗോണിസ്റ്റ് ആണ്. ഡോപ്പമിനെ പോലെ D2 റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിനെ പോലെ ആക്ട് ചെയ്യും. ആൻഡ് ഡോപ്പമിന്റെ D1 റിസപ്റ്ററിൽ ആക്ഷൻ ഉണ്ട്. അത് പാർഷ്യൽ അഗോണിസ്റ്റിക് ആക്ഷൻ ആണ്. എന്ന് വെച്ചാൽ കുറച്ച് അഗോണിസ്റ്റും കുറച്ച് ആന്റഗോണിസ്റ്റും പോലെയുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ദെൻ സം ആൽഫ ആക്ഷൻസും ഈ മരുന്നിനുണ്ട്. ഇത് മൂന്നുമാണ് ഇതിന്റെ റിസപ്റ്റർ ആക്ഷൻസ് എന്ന് പറയാൻ. ഈ മരുന്ന് നമ്മൾ ഗുളികയായിട്ട് കഴിഞ്ഞാൽ അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു ഏകദേശം 7% ഒക്കെ ഉള്ളൂ. മാത്രമല്ല അത് ബ്ലഡിലൂടെ ലിവറിലെത്തി എന്ന് വിചാരിച്ചാൽ ലിവറിൽ ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ട്. ബ്ലഡിൽ എത്തുക അല്ലെങ്കിൽ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എങ്കിലും ബ്ലഡിൽ എത്തി കഴിഞ്ഞാൽ ഏകദേശം 2 to 8 hours വരെ നേരം അതിന്റെ T-half ഉണ്ട്. ഒരു ദിവസം നമുക്ക് എത്ര നേരം കൊടുക്കേണ്ടി വരും? ഒരു 3 നേരം വെച്ച് ദിവസം കൊടുക്കേണ്ടി വരും. ആൻഡ് വായിലൂടെ ഈ മരുന്ന് കഴിക്കാൻ പറ്റാത്ത സ്ത്രീകളിൽ ഇപ്പോൾ ഇത് വജൈനൽ ടാബ്ലറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. വജൈനൽ പെസറി എന്നായിരിക്കും നമ്മൾ അതിന് പറയാം. 2.5 milligram ഒക്കെ അവൈലബിൾ ആണ്. ദെൻ ചില രാജ്യങ്ങളിൽ ഇതിന്റെ സ്ലോ റിലീസ് ഓറൽ ഫോർമുലേഷൻ ഉണ്ട്. സ്ലോ റിലീസ് ഓറൽ ഫോം ആയിട്ട് അവൈലബിൾ ആണ്. അത് നമ്മൾ എക്സ്റ്റെൻഡഡ് റിലീസ് എന്ന് പറയും. അങ്ങനെയും കിട്ടും. എക്സ്റ്റെൻഡഡ് റിലീസ് ആണെങ്കിൽ കുറെ അതിന്റെ ദോഷഫലം കുറെയെങ്കിലും കുറയും. ഇനി നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിന്റെ കാര്യമാണ് പറയാം. ഡോപ്പമിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാവുന്ന പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകാതെ റിലീസ് ചെയ്യാതെ തടയുക എന്നുള്ളതാണ് ഈ ഡോപ്പമിന്റെ ആക്ഷൻ. ഇത് ഡോപ്പമിൻ ചെയ്യണമെങ്കിൽ ഡോപ്പമിൻ അതിന്റെ D2 റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡോപ്പമിനെ നമ്മൾ വിളിക്കുക പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്ററി ഹോർമോൺ എന്നാണ്. ഡോപ്പമിൻ ഈസ് നത്തിങ് ബട്ട് പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്ററി ഹോർമോൺ കൂടിയാണ്. ട്യൂബ്രോ ഇൻഫെന്റിബുലാർ പാത്വേയിലുള്ള ആക്ഷൻ ആണത്. നമ്മുടെ ഇപ്പോൾ ഡ്രഗ് ഡോപ്പമിൻ D2 ആക്ഷൻ ചെയ്യുന്ന നമ്മുടെ മരുന്ന് ബ്രോമോക്രിപ്റ്റിൻ ഇവിടെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊലാക്റ്റിൻ തടയും. പ്രൊലാക്റ്റിൻ റിലീസ് അല്ലെങ്കിൽ ഹോർമോൺ ഉണ്ടാകലെല്ലാം തടയും. അപ്പോൾ പ്രോലാക്റ്റിൻ എന്നാണ് പേര്. പ്രോലാക്റ്റിൻ എന്ന് പറയുമ്പോൾ മുലപ്പാൽ സ്രവം വർദ്ധിപ്പിക്കുന്നതാണ്. അത് തടയുക. അപ്പോൾ അതിനെ നമുക്ക് വിളിക്കുക ആന്റി ഗാലക്ടോമിൻ. സംതിങ് റിലേറ്റഡ് ടു മിൽക്ക് ആണ്. പോയിറ്റിക് ഉണ്ടാകലാണ്. ആന്റി ഗാലക്ടോപോയിറ്റിക് എഫക്ട് ഉണ്ട് ഈ മരുന്ന്. മുലപ്പാൽ സ്രവം തടയും. ആൻഡ് പ്രോലാക്റ്റിന് ശരീരത്തിൽ ഒരുപാട് തരം വിവിധ പ്രവർത്തനമുണ്ട്. പേര് തന്നെ പ്രോലാക്റ്റിൻ എന്നാണ്. ഒരു സ്ത്രീ ഗർഭിണിയായതിനു ശേഷം പ്രസവിച്ചു എന്ന് കരുതുക. പ്രസവിച്ച ഉടനെ ആ സ്ത്രീ വീണ്ടും ഗർഭിണിയാവാനായിട്ട് സാഹചര്യം അനുകൂലമായിരിക്കോ തടയുന്ന പ്രവർത്തനമായിരിക്കോ വേണ്ടത്? ഉടൻ ഗർഭിണിയാവാതിരിക്കാനായിട്ട് അപ്പോൾ പ്രോലാക്റ്റിൻ തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രവർത്തനം പ്രോലാക്റ്റിൻ ഉണ്ട്. ഇത് പ്രോലാക്റ്റിൻ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ട്. പ്രോലാക്റ്റിൻ കൂടുതലുള്ള പല കണ്ടീഷൻസുകളിലും നമുക്ക് ബ്രോമോക്രിപ്റ്റിൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയുള്ള കണ്ടീഷനാണ്? ഒന്ന് ഗാലക്ടോറിയ എന്ന് വെച്ചാൽ അമിതമായിട്ട് മുലപ്പാൽ സ്രവം കാണാം. ചിലപ്പോൾ അമിതമാണോന്നില്ല, നേരായ രീതിയിലുള്ള സ്രവമായിരിക്കാം. ഉദാഹരണം സ്റ്റിൽ ബർത്ത് എന്ന് വെച്ചാൽ കുട്ടി ജനിച്ചപ്പോഴേ മരിച്ചു. അല്ലെങ്കിൽ ലേറ്റ് അബോർഷനായി ഗർഭിണിയായിരുന്നു പക്ഷെ അബോർഷനായി കഴിഞ്ഞ പിന്നെ കുഞ്ഞില്ലെങ്കിൽ നമുക്ക് മുലപ്പാലിന്റെ ആവശ്യമില്ല. മുലപ്പാൽ സ്രവം നിയന്ത്രിക്കണം നമുക്ക് ആവശ്യമില്ലെങ്കിൽ. ടു സപ്രസ് ദാറ്റ്, സപ്രഷൻ ഓഫ് ലാക്ടേഷൻ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. ഈ പ്രൊലാക്റ്റിന് അടുത്ത ഗർഭം ഉണ്ടാക്കുന്ന തടയുന്ന ഫലമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് അമിനോറിയ ഇൻഫെർട്ടിലിറ്റി ഇൻ വുമൺ. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇനി പുരുഷന്മാരിൽ ഗൈനക്കോമാസ്റ്റിയ, ദെൻ ഇംപൊട്ടൻസ്, ദെൻ സ്റ്റെറിലിറ്റി, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി വീണ്ടും നമ്മൾ എല്ലാം പ്രൊലാക്റ്റിനെ കുറിച്ച് ബന്ധപ്പെട്ടുള്ളതാണ് പറയുന്നത്. ഇനി അമിത പ്രൊലാക്റ്റിൻ ഉണ്ടാകുന്ന മറ്റൊരു കാരണം പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാകുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്.
ആണെങ്കിൽ ഇത് ആന്റി പിറ്റ്യൂട്ടറി ആണെങ്കിൽ ഇവിടെ അഡിനോമ ഉണ്ടെന്ന് വിചാരിക്കും, അഡിനോമ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടെന്ന് വിചാരിക്കും. സോ അപ്പം ഉണ്ടാകാവുന്ന ഹൈപ്പർ പ്രൊലാക്ടിനീമിയ അല്ലെങ്കിൽ നമുക്ക് അതിനെ പ്രൊലാക്ടിനോമ എന്ന് വിളിക്കാം, പ്രൊലാക്ടിനോമാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് ടു നോർമലൈസ് ദ സിറം പ്രൊലാക്ടിൻ ലെവൽ നോർമലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിക്രീസ് ട്യൂമർ പ്രൊലാക്ടിനോമയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പ്രൊലാക്ടിനോമാസ് മൂലമുള്ള പ്രൊലാക്ടിനീമിയയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത്തരം ഉപയോഗങ്ങളിൽ ഇപ്പോൾ നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന മരുന്നാണ് കാബർഗോലിനാണ് ഇപ്പൊ അധികം ഉപയോഗിക്കുക. ഇനി മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരുപാട് രോഗങ്ങളുണ്ട്. ഉദാഹരണം സൈക്ലിക് ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ്, then premenstrual syndromes, then ovulation induce ചെയ്യാനായിട്ട് അനോവുലേറ്ററി ഇൻഫെർട്ടിലിറ്റിയിൽ ഓവുലേഷൻ ഉണ്ടാക്കുക. സോ അപ്പോൾ അത് മൂലമുള്ള ഇൻഫെർട്ടിലിറ്റി വന്ധ്യത കുറയ്ക്കുക, തടയുക, അങ്ങനെയൊക്കെയുള്ള ആക്ഷൻ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം തരം ആക്ഷൻസ് ഉണ്ട് ബ്രോമോക്രിപ്റ്റിൻ. ഇനി ബ്രോമോക്രിപ്റ്റിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം പാർക്കിൻസൺസ് ഡിസീസിലാണ്. പാർക്കിൻസൺസ് ഡിസീസിൽ ഇതിന് പ്രമുഖമായിട്ടുള്ള റോൾ ഉണ്ട്. സോ മിഡ് ബ്രെയിനിലെ നൈഗ്രോസ്ട്രാറ്റൽ പാത്വേയിൽ നിന്ന് സ്റ്റാറ്റത്തിലേക്ക് പോകുന്ന ന്യൂറോൺസുകളിൽ അവിടെ ഡോപ്പമിൻ കുറവാണ് ഈ പാർക്കിൻസൺസ് രോഗത്തിലെ പ്രശ്നം. സോ മരുന്ന് ഡോപ്പമിന് പകരം ഡോപ്പമിനെ പോലെ തന്നെ ഡോപ്പമിൻ D2 റിസപ്റ്റർ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ ഗുണകരമായിട്ടുള്ള ഫലം കിട്ടും. സോ പാർക്കിൻസൺസ് ഡിസീസിൽ ഇവ കുറച്ചുകൂടി ഉയർന്ന ഡോസിലായിരിക്കും കൊടുക്കുക. സാധാരണ കൊടുക്കേണ്ട ഒരു 5 മില്ലിഗ്രാം TDS 3 നേരം മിനിമം 15 മില്ലിഗ്രാം എങ്കിലും കൊടുക്കേണ്ടി വരും. ഈവൻ അപ് ടു 100 മില്ലിഗ്രാം വരെയൊക്കെ ഉപയോഗിക്കേണ്ട കണ്ടീഷൻസ് വരും. സോ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏർലി പി ഡി എന്താണെന്ന പാർക്കിൻസൺസ് ഡിസീസ് അതിന്റെ ഡോപ്പമിൻ അഗോണിസ്റ്റ് റോപ്പിനറോൾ ആ വീഡിയോ ഒക്കെ നോക്കി അറിയാൻ പറ്റും. ആൻഡ് ഓൾസോ ഇൻ ലേറ്റ് പി ഡി ഈ രണ്ട് കണ്ടീഷൻസിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ലേറ്റ് പി ഡിയിൽ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുക, ഓൺ ഓഫ് എഫക്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതാണ് രണ്ടാമത്തെ ഉപയോഗം. ഇനി ബ്രോമോക്രിപ്റ്റിന് നോർമൽ ആൾക്കാരിൽ ഗ്രോത്ത് ഹോർമോൺ ഉയർത്തുന്ന ആക്ഷൻ ആണുള്ളതെങ്കിൽ ഇൻ ഗ്രോത്ത് ഹോർമോൺ അമിതമായിട്ട് കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ അക്രോമെഗാലി, കുട്ടികളിലല്ല മുതിർന്ന ആൾക്കാർ പ്രായപൂർത്തിയായവരിൽ കൂടുതലാവുന്നതാണ് അക്രോമെഗാലി. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഗ്രോത്ത് ഹോർമോൺ കുറയ്ക്കുന്ന ഫലമുണ്ട്. സോ നമുക്ക് അക്രോമെഗാലിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞ മിക്കവാറും കണ്ടീഷൻസിലൊക്കെ തന്നെ നമ്മൾ കാബർഗോലിനായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് നാലാമത്തെ ഉപയോഗം പറയുകയാണെങ്കിൽ നാലാമത്തെ ഉപയോഗം നമുക്ക് ബ്രോമോക്രിപ്റ്റിൻ മിസൈലേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക പ്രമേഹ രോഗത്തിലാണ്. അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുക്കണം നിർബന്ധമില്ലാത്ത കേസുകളിലാണ്. ഇതിൽ നമ്മൾ 0.8 മില്ലിഗ്രാമിലായിരിക്കും തുടങ്ങുക. ഒരു ഏകദേശം 1.6 to പരമാവധി 4.8 മില്ലിഗ്രാം വരെയൊക്കെ ദിവസം കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് ഡയറ്റ്, എക്സസൈസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊപ്പമാണ് കേട്ടോ, അല്ലാതെ ഈ മരുന്ന് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന നമുക്കറിയാം. സോ ഇതിന്റെ മെക്കാനിസം, പ്രമേഹത്തിൽ ഇതിന്റെ മെക്കാനിസം വിവിധ തലത്തിലാണ്. ഒന്ന് സെൻട്രൽ ആയിരിക്കാം. സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ചിട്ട് ബ്രെയിനിലെ ഡോപ്പമിൻ ടു സിമ്പതറ്റിക് എന്ന് പറയുമ്പോൾ നോറഡ്രിനാലിനായിരിക്കും. ഇത് തമ്മിലുള്ള റേഷ്യോ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറയ്ക്കുക, സിനാപ്റ്റിക് ആക്ടിവിറ്റി സിഗ്നലിംഗ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. സോ സിമ്പതറ്റിക് ആക്ടിവിറ്റി കുറയുമ്പോൾ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് താഴത്തേക്ക് വരും, ഗ്ലൂക്കോസ് ലെവൽ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു എഫക്ട് പ്രോലാക്റ്റിൻ മൂലം തന്നെയാണ്. പ്രോലാക്റ്റിൻ നമുക്കറിയാം ബീറ്റാ സെൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ബീറ്റാ സെൽസിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സോ അത് തടയുമ്പോഴത്തേക്കും ബീറ്റാ സെൽസ് സുഗമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസുലിനൊക്കെ കൂടുതൽ റിലീസ് ചെയ്യിപ്പിക്കാം. മൂന്നാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് നേരിട്ട് പാൻക്രിയാസിലെ ബീറ്റാ സെൽസിൽ പ്രവർത്തനമുണ്ട് എന്നാണ് പറയുക. സോ ഇൻസുലിൻ സെക്രീഷൻസിൽ ഉണ്ടാകുന്ന വർധന അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ദെൻ ബീറ്റാ സെൽസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുക. ദെൻ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ അഡിപ്പോസൈറ്റ്സിൽ നിന്ന് അഡിപ്പോനെക്റ്റിൻ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക. സോ ഇങ്ങനെയൊക്കെ പല ഗുണങ്ങൾ ഉണ്ടാക്കുന്നത് മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. സോ ഇങ്ങനെയാണ് പ്രമേഹത്തിൽ പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്. കൃത്യ മെക്കാനിസം നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും പല മെക്കാനിസംസ് പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് FDA അപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ ആണോ പ്രമേഹത്തിൽ. ഇനി മറ്റൊരു ഉപയോഗം നമുക്ക് പറയാനുള്ളത് ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം എന്ന് പറയുന്നതാണ്. ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം ഇതുണ്ടാകുന്ന എപ്പോഴാണ്? ഇത് നമ്മൾ ആന്റിസൈക്കോട്ടിക് ഡ്രഗുകൾ, ആന്റിസൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ ഹാലോപെരിഡോൾ പോലെയുള്ള മരുന്നുകൾ D2 ബ്ലോക്കേഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു എമർജൻസി കണ്ടീഷനാണ് ന്യൂറോലെപ്റ്റ് മലിഗ്നന്റ് സിൻഡ്രോം. ആ സമയത്ത് നമുക്ക് കൊടുക്കേണ്ട മരുന്ന് എന്ന് പറഞ്ഞാൽ ഡാൻട്രോലിനാണ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. പക്ഷെ നമുക്ക് ഇവിടെ ഡോപ്പമിൻ അഗോണിസ്റ്റ് ആയിട്ട് ബ്രോമോക്രിപ്റ്റിൻ ഒരു 2.5 മില്ലിഗ്രാം. ഇതൊക്കെ ഓഫ് ലേബൽ യൂസ് ആണ് കേട്ടോ. സോ ഇങ്ങനെയൊക്കെ ബ്രോമോക്രിപ്റ്റിൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട്സ് ഓഫ് ബ്രോമോക്രിപ്റ്റിൻ ആണ് നമുക്കിനി പറയേണ്ടത്. ഇത്രയും പ്രശ്നങ്ങളില്ലാത്ത, ഇതുണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത പുതിയ ധാരാളം മരുന്നുകൾ വന്നതുകൊണ്ടാണ് ടോപ്പ് ഇതിന്റെ ഉപയോഗം വളരെ കുറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ കുറെ സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ട്
ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇതിന്റെ ദോഷഫലങ്ങൾ മരുന്ന് ഉപയോഗം തുടങ്ങുന്ന കാലത്താണ്. ഏർലി മരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നു, ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് കുറയ്ക്കാൻ നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ ചെറിയ അളവിൽ തുടങ്ങുക. കാരണം നമ്മൾ വളരെ ചെറിയ സ്മോൾ ഡോസസിൽ തുടങ്ങി പതിയെ പതിയെ ആഴ്ചകൾ മാസങ്ങൾ കൊണ്ട് ഉയർത്തി കൊണ്ടുവരുമ്പോൾ മരുന്ന് അഡ്വേഴ്സ് എഫക്റ്റിനോട് മരുന്ന് ഒരു താതാത്മ്യം അല്ലെങ്കിൽ ടോളറൻസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് കുറയ്ക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഛർദിലാണ്. വോമിറ്റിംഗ് ഉണ്ടാക്കും. വോമിറ്റിംഗ് ബിക്കോസ് ഡോപ്പമിൻ നമുക്കറിയാം CTZ സ്റ്റിമുലേറ്റർ ആണ്. അപ്പോൾ അത് ഇതും സ്റ്റിമുലേറ്റ് ചെയ്യും, ഛർദിൽ ഉണ്ടാക്കാം. ദെൻ ഹൈപ്പോടെൻഷൻ ആണ് അടുത്തൊരു പ്രശ്നം. അപ്പോൾ രാത്രി നമ്മൾ ഡോസ് ആദ്യം കിടക്കുമ്പോഴോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇരിക്കുമ്പോഴോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറവാക്കാൻ പറ്റും. ദെൻ സെൻട്രൽ ബ്ലോക്കേഡ് ഓഫ് alpha-2 റിസപ്റ്റർ മൂലമാണ് ഈ ഹൈപ്പോടെൻഷൻ ഒക്കെ ഉണ്ടാവുക. ദെൻ GI മോട്ടിലിറ്റി കുറയ്ക്കും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആണ്, ഡോപ്പമിന്റെ ആക്ഷൻ ആണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനിയുള്ളത് ലേറ്റ് പ്രശ്നങ്ങളാണ്. ലേറ്റ് ആയിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മരുന്ന് ദീർഘനാൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിൽ അധികവും ഡോപ്പമിൻ വർദ്ധിക്കുന്നത് മൂലമുള്ള ഡോപ്പമിൻ ലൈക്ക് ആക്ഷൻസ് ആണ്. ഡോപ്പമിൻ ലൈക്ക് ആക്ഷൻസ് നമ്മൾ പാർക്കിൻസോൺസിൽ മിക്കവാറും എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ്. ഒന്ന്, ഹാലൂസിനേഷൻ ഉണ്ടാക്കാം, മെന്റൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ബിഹേവിയറൽ പ്രശ്നങ്ങൾ, സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, സെക്ഷുവൽ ഡ്രൈവ് കൂടുന്നുള്ള പ്രശ്നങ്ങൾ. അതൊരു സീരിയസ് പ്രശ്നം ഉണ്ടാക്കാവുന്നത് പെരിഫറൽ വാസ്കുലാർ ഡിസീസസ് ഉണ്ടാക്കാം. ദെൻ ഡിസ്കൈനേഷ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മൂക്കടപ്പ്, നേസൽ ഡീകൺജഷൻ ഉണ്ടാക്കാം. ദെൻ പെരിഫറൽ വാസ്കുലാർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പെയിൻ ആൻഡ് റെഡ്നസ് ഇൻ ദ ലിംസ്, കാലുകളിലൊക്കെ. ദെൻ എറിത്രോമെലാൾജിയ എന്ന് പറയുന്ന പ്രശ്നം, എറിത്രോമെലാൾജിയ പോലെയുള്ള പ്രശ്നം. ദെൻ ലിവിഡോ റെറ്റിക്കുലാരിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പർപ്പിളിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, നമ്മൾ വേറെയും 2 മരുന്നുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദീർഘനാൾ ഇങ്ങനെ ഉപയോഗം മൂലം ഫൈബ്രോസിസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ബിക്കോസ് ദിസ് ഈസ് എ പ്രോബ്ലം വിത്ത് ദ എർഗട്സ് മരുന്നുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഫൈബ്രോസിസ് ഉണ്ടാകുക. റിട്രോപെരിട്ടോണിയൽ ഫൈബ്രോസിസ്, അത് പല ശരീരത്തിന്റെ പല ഓർഗൻസിൽ ഉണ്ടാക്കാം. ഈവൻ ഹൃദയത്തിന്റെ വാൽവുകളിൽ വരെ ഉണ്ടാക്കാം. സോ അതുകൊണ്ടാണ് ഇത് സാധാരണ ഇത് ഉയർന്ന ഡോസിൽ കൂടുതൽ നാളുകൾ ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണം പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഫൈബ്രോസിസ് ഒക്കെ വരിക. അല്ലാതെ 2-3 ദിവസങ്ങൾ കുറച്ച് ഡോസ് ഉപയോഗിച്ച് ഉണ്ടാവുന്ന പ്രശ്നമല്ല. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ആ ഒരു പേടി കൊണ്ടിട്ടാണ് നമ്മൾ കൂടുതൽ സേഫ് ആയിട്ടുള്ള മരുന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മരുന്നുകളിലേക്ക് പോവുക. സോ ബ്രോമോക്രിപ്റ്റിൻ ദീർഘനാൾ ഉപയോഗത്തിലുള്ള നല്ല എഫിക്കേഷ്യസ് ആയിട്ടുള്ള മരുന്നാണ്. പാർക്കിൻസോൺസിന് ഹയർ ഡോസ് ഉപയോഗിക്കേണ്ടി വരും. ദെൻ പ്രൊലാക്റ്റിനീമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കേസുകളിൽ ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കേസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പുതിയ മരുന്നുകൾ ധാരാളം, അത്രയും പ്രശ്നങ്ങളില്ലാത്ത, കുറച്ചും കൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ധാരാളം മരുന്നുകൾ വന്നതുകൊണ്ട് മാത്രം ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് ദിസ് ബ്രോമോക്രിപ്റ്റിൻ. പക്ഷേ പരീക്ഷയെ സംബന്ധിച്ച് നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്രോമോക്രിപ്റ്റിൻ. താങ്ക് യു ഫോർ വാച്ചിങ്.